അവർ മറ്റുള്ളവരുടെ ചിന്തകൾ വായിക്കാൻ ശ്രമിക്കുന്നു. അയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും എന്ന് ഊഹിക്കുന്നു. ഈ ഒരു ശീലം നിങ്ങളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. മിക്കപ്പോഴും ആളുകൾ മറ്റുള്ളവരുടെ ചിന്തകളെ തെറ്റായതും നെഗറ്റീവായതുമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഊഹിക്കുന്നത് നിർത്തുക. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചിന്തകൾ വായിക്കാൻ തുടങ്ങുക. അപ്പോൾ ബുദ്ധ സന്യാസി രണ്ടാമത്തെ ശീലം പറഞ്ഞു, നിങ്ങൾ പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു പറയും എന്നോർത്ത് വിഷമിക്കാതിരിക്കുക. ആളുകൾ നിങ്ങളെ പരിഹസിക്കുമോ എന്ന് ഭയപ്പെടരുത്. പരിഹസിക്കുന്നവരെ പരിഹസിക്കാൻ വിടുക. ഒരാളുടെ പരാജയത്തിൽ ചിരിക്കുന്നത് ചിലരുടെ സ്വഭാവമാണ്. കാരണം നിങ്ങൾ വിജയിച്ചിരുന്നെങ്കിൽ ഇതേ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുമായിരുന്നു. നിങ്ങളുടെ വിജയത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയത്തിൽ അവർ ചിരിക്കുന്നതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. പ്രശ്നമെന്തെന്നാൽ നമ്മൾ മനുഷ്യർ പരാജയത്തെ മോശമായി കണക്കാക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പരാജയം. കാരണം പരാജയമില്ലാതെ ഒരു വിജയിക്ക് അഹങ്കാരവും മറ്റുള്ളവരെ തന്നേക്കാൾ താഴ്ന്നവരായി കാണാനുള്ള തോന്നലുമുണ്ടാകാം. എന്നാൽ പരാജയം നമ്മെ വിനയവും ക്ഷമയും പഠിപ്പിക്കുകയും തുടർച്ചയായി ശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പരാജയത്തെ മോശമായി കാണരുത്. തോൽക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. അതുകൊണ്ട് പരാജയത്തെയും ആളുകൾ നിങ്ങളെ പരിഹസിക്കുന്നതിനെയും ഭയപ്പെടുന്നത് നിർത്തുക. ബുദ്ധ സന്യാസി തന്റെ മൂന്നാമത്തെ ഉപദേശം തുടർന്നു, അനാവശ്യമായ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് നിർത്തുക. ഈ ജീവിതം ഉള്ളിടത്തോളം കാലം നല്ല കാര്യങ്ങൾക്കായും സ്വയം അറിയുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ആളുകൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കായും ഉപയോഗിക്കുക. ബുദ്ധ സന്യാസി തന്റെ നാലാമത്തെ ഉപദേശം തുടർന്നു, എന്നേക്കാൾ കഴിവുള്ളവർക്ക് പോലും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നത് നിർത്തുക. പിന്നെ എനിക്കിത് എങ്ങനെ സാധ്യമാകും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. വാസ്തവത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒട്ടും പ്രയോജനകരമല്ല. ഈ താരതമ്യം നമ്മെ ദോഷകരമായി ബാധിക്കുകയുള്ളൂ. ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ചിന്താഗതികളും വ്യത്യസ്തമാണ്. മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞേക്കും. കാരണം പലപ്പോഴും വലിയ പ്രതീക്ഷകളില്ലാത്ത സാധാരണക്കാരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. അതിനാൽ ഒരു പരാജയപ്പെട്ട വ്യക്തിയെ നോക്കി നിങ്ങൾക്കും എവിടെയെങ്കിലും തെറ്റ് സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കാലത്തിന് വിട്ടുകൊടുക്കുക. സന്യാസി തുടർന്ന് ഉപദേശിച്ചു, നിങ്ങൾ ഈ 4 ദുശീലങ്ങളും ഒഴിവാക്കിയാൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ എവിടെ വേണമെങ്കിലും ഏകാഗ്രമാക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി ശാന്തനായി.